പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഇതിഹാസ പുരുഷനും വിപ്ലവ സൂര്യനുമായിരുന്ന VS അച്യുതാനന്ദൻ്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഇന്ന് ആലപ്പുഴയിലെ വലിയ ചുടുകാടിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും CPMൻ്റെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ വിഷയമായി അത് മാറ്റാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് വൈകിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് പ്രസംഗിക്കും. ആ പ്രസംഗത്തിൽ VS അച്യുതാനന്ദനെ വാനോളം പുകഴ്ത്തു. കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് VS അച്യുതാനന്ദനായിരുന്നു എന്ന് വിജയൻ പുകഴ്ത്തി പാടും. VSനെ കുറിച്ച് സൂപ്പർലേറ്റീവ്സ് ഇന്ന് വിജയൻ ഉപയോഗിക്കും. അത് നാളെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളൊന്നും സാധ്യത, പക്ഷേ ദേശാമാന്യൊരു 3-4 കോളം വാർത്തയാവും. മറ്റുള്ള പത്രങ്ങളിലൊക്കെ ഒരു അരക്കോളോ 3/4 കോളത്തിലൊക്കെ തീരും. ദൃശ്യമാധ്യമങ്ങളും ചിലപ്പം 1-2 മിനിറ്റോ എങ്കിലും ആ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ കൊടുക്കും. അത് അന്നത്തോടുകൂടി ആ വാർത്ത അവസാനിക്കും. പക്ഷെ അത് ഇന്ന് വലിയ ചുടുകാടിൽ വിജയൻ നടത്താൻ പോകുന്ന ആ പ്രസംഗം അത് ഏറ്റവും വലിയ ഒരു ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇന്ന് VSനെ വാനോളം പുകഴ്ത്താൻ പോകുന്ന വിജയൻ, VS ജീവിച്ചിരുന്നപ്പോൾ VSനോട് എന്താ സുഹൃത്തുക്കളെ ചെയ്തത്? നമുക്കറിയാമല്ലോ, 1998 അച്യുതാനന്ദൻ്റെ കൈപിടിച്ചാണ് പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. കണ്ണൂരിൽ നിന്ന് VS കണ്ടുപിടിച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നയാളാണ് വിജയൻ. 1998 വിജയൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അവിടുന്ന് വിജയനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം VS അച്യുതാനന്ദനായി. എന്നാൽ വിജയൻ എന്താ ചെയ്തത്? വിജയൻ ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും, ഒരു ഭസ്മാസുര സിൻഡ്രോം എന്നാണ് എന്നോടൊരു മനഃശാസ്ത്രജ്ഞൻ അതുണ്ടാവുകയും, തന്നെ വളർത്തിയ അച്യുതാനന്ദൻ്റെ കൈക്കിട്ട് തന്നെ കൊത്തുകയും ചെയ്തു പിണറായി വിജയൻ. അതാണ് നമ്മൾ പിന്നീട് കണ്ടത്. 2001-2006 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ നിസ്വർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, ഭൂമി കയ്യേറ്റത്തിനെതിരായി പടപൊരുതുന്നവർക്ക് വേണ്ടി, സ്ത്രീ പീഡനം നടത്തുന്നവർക്കെതിരായി, പരിസ്ഥിതി തകർച്ച വരുത്തുന്നവർക്കെതിരായിട്ടൊക്കെ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങളെ എല്ലാം തച്ചു തകർക്കാൻ നിന്ന ആളല്ലായിരുന്നു വിജയൻ. പിന്നീട് ഭസ്മാസുരനായി നിറഞ്ഞാടുകയല്ലായിരുന്നു വിജയൻ ചെയ്തത്. അഴിമതിക്കെതിരായി VS നടത്തിയിട്ടുള്ള പോരാട്ടം, അതിനെല്ലാം തച്ചു തകർക്കാൻ നിന്നു വിജയൻ. പിന്നീട് 2005 മലപ്പുറത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഭൂരിപക്ഷം ജില്ലയുടെയും പിന്തുണയോടുകൂടി അവിടെ എത്തിയ VS അച്യുതാനന്ദനെ മലർത്തി അടിച്ചു. എല്ലാ ഹീനവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അച്യുതാനന്ദനെ മലർത്തി അടിക്കുകയല്ലായിരുന്നു ഇയാൾ ചെയ്തത്. 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയ ആളല്ലായിരുന്നു വിജയൻ. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ടല്ലേ അന്ന് VSനെ മുഖ്യമന്ത്രിയാക്കിയത്. VSനെ മുഖ്യമന്ത്രിയാക്കിയിട്ടും VSനോടുള്ള പക തീർന്നോ വിജയന്? VS മുഖ്യമന്ത്രിയായിരുന്ന 2006-2011 കാലഘട്ടത്തിൽ സ്വതന്ത്രമായി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന വിജയൻ അനുവദിച്ചോ? ഓർമ്മയില്ലേ നമുക്ക്? ഒരു ഏകോപന സമിതി ഉണ്ടാക്കി ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ ഫയലിലും VS എവിടെ ഒപ്പിടണം എന്നുള്ളത് ഒരു ഇൻഡു മാർക്ക് ഇട്ട് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് VSനെ ഒപ്പിടിക്കുകയല്ലായിരുന്നു വിജയൻ ചെയ്തത്. അങ്ങനെ തന്നെ 2006 പാർട്ടി മുഖ്യമന്ത്രിയാക്കാതിരുന്നതിനുള്ള പക, വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് VSനെ 2006-2011 കാലത്ത് കൂച്ചുവിലങ്ങിട്ട് കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു വിജയൻ. 2011 VSന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFനെ 4-5 മണ്ഡലങ്ങളിൽ കരുതിക്കൂട്ടി തോൽപ്പിച്ചു എന്നുള്ളത്, വിജയന്റെ നേതൃത്വത്തിൽ തോൽപ്പിച്ചു എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടില്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ VSനെ വീണ്ടും VSനെ തോൽപ്പിച്ചു, VSനെ തുടർഭരണം ഇല്ലാതാക്കി.
എന്നാൽ 2011 വി എസിനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ തടയാൻ വിജയന് കഴിഞ്ഞില്ല. അങ്ങനെ 2011 വി എസ് പ്രതിപക്ഷ നേതാവായി. 2011-16 കാലഘട്ടത്തിൽ വി എസ് മാതൃകാപരമായിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനം നടത്തി. അപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നു വിജയൻ. 2016 വി എസും പിണറായി വിജയനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. വി എസിന് 140, എനിക്കൊന്ന് 90 വയസ്സിനടുത്ത് ഒരു വി എസിനായിരുന്നു എൻ്റെ ഓർമ്മ. 140 മണ്ഡലങ്ങളിലും വി എസിനെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു. 140 മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും വി എസിൻ്റെ പടം വെച്ച് പോസ്റ്റർ അടിച്ചു. അങ്ങനെ 99 സീറ്റിൽ ഇടതുപക്ഷം അന്ന് അധികാരത്തിലേറിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി വി എസ് ആയിരുന്നു. വി എസിൻ്റെ പ്രചരണങ്ങളായിരുന്നു. എന്നാൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ വി എസിനെ ബൂട്ട് ഔട്ട് ചെയ്തു, പുറം കാലുകൊണ്ട് തൊഴിച്ചു. വി എസിന് 6 മാസം പോലും മുഖ്യമന്ത്രിയാകാനുള്ള അവസരം ഈ വിജയൻ നൽകിയില്ല. വിജയൻ ഒരു ഏകാധിപതിയെ പോലെ അവിടെ കയറിയിരുന്നു. വി എസിനെ കരിയാപ്പല പോലെ തൂത്തെറിഞ്ഞു. പിന്നീട് 17-18 ആയപ്പോൾ വി എസ് രോഗാതുരനായി. പിന്നീടുത്ത കാര്യങ്ങൾ നമുക്കറിയാം. 2025 ജൂലൈ 21 വി എസ് നമ്മളെ വിട്ടിട്ട് പോയി. പക്ഷേ വി എസിനോട് നടത്തിയിട്ടുള്ള ധീനവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് വി എസിൻ്റെ അഭാവത്തിലാണെങ്കിലും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർട്ടി അണികളും പൊതുവിൽ ജനങ്ങളും എന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് പിണറായി വിജയൻ വി എസിനെ കുറിച്ചിട്ടുള്ള അപദാനങ്ങൾ അവിടെ പാടിപ്പുകഴ്ത്തുമ്പോൾ വി എസിനെ മനസ്സിൽ കൊണ്ടുവന്ന ലക്ഷക്കണക്കിന് പാർട്ടി അണികൾ ചരിത്രത്തിൻ്റെ ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞ വിജയനാണ് അവിടെ നിന്ന് ഇന്ന് ഈ അപദാനങ്ങൾ പാടുന്നതും പാടിപ്പുകഴ്ത്തുന്നതും എന്ന് നമ്മൾ ഓർക്കണം. വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് വിജയനെ ചരിത്രത്തിൻ്റെ ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞത്. വിജയന്റെ നേതൃത്വത്തിൽ 3ാം ഭരണം എന്നും പറഞ്ഞ് സ്വപ്നം കണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പോൾ 29 പേര് മാത്രമുള്ള ഒരു ചെറിയ സംവിധാനമായി CPM മാറിയെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ജീവിച്ചിരുന്നപ്പോൾ വിജയന്റെ നേതൃത്വത്തിൽ ഈ അച്യുതാനന്ദൻ വി എസിനോട് കാണിച്ചിട്ടുള്ള നീതി നിഷേധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വി എസ് ജീവിച്ചിരുന്നപ്പോൾ വി എസിനെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ വി എസ് ജീവിച്ചിരുന്നപ്പോൾ വി എസിനെ പരിഹസിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ, അപഹസിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് കണക്ക് പറയുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തത്. വിജയൻ്റെ മണ്ഡലത്തിൽ പോലും വിജയൻ 6ാമത്തെ റൗണ്ടിലാണ് ഭൂരിപക്ഷം കിട്ടിയത്. വിജയൻ്റെ ജില്ലയിൽ വി കുഞ്ഞികൃഷ്ണൻ മത്സരിച്ച പയ്യന്നൂരിൽ വി എസ് കുഞ്ഞികൃഷ്ണൻ ആരുടെ പേര് പറഞ്ഞാൽ വോട്ട് പിടിച്ചത്? വി എസിൻ്റെ പേര് പറഞ്ഞാൽ വോട്ട് പിടിച്ചത്. വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുമാണ് കണ്ണൂരിൽ വിജയിച്ചത്. അത് വിജയനെതിരായിട്ടുള്ളതായിരുന്നു. അങ്ങനെയാണ് വിജയൻ കണ്ണൂരിൽ തകർന്ന് അടിഞ്ഞത്, കേരളത്തിലൊട്ടാകെ തകർന്ന് അടിഞ്ഞു പോയത്. അങ്ങനെ ഇന്ന് വി എസിനെ പുകഴ്ത്തി പാടുമ്പോൾ, വിജയൻ പുകഴ്ത്തി പാടുമ്പോൾ വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ ഒരു പേക്കോലമാണ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് എന്നുള്ള ചിന്ത വിജയൻ്റെ മനസ്സിലൂടെയെങ്കിലും കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിജയൻ ഇന്ന് ഏറ്റവും വലിയ കുറ്റബോധം ഇന്ന് വൈകിട്ട് അനുഭവിക്കും എന്നാണ് ഞാൻ പറയുന്നത്. വിജയൻ അവിടെ നിന്ന് വി എസ് അച്യുതാനന്ദനെ പുറമെ പാടിപ്പുകഴ്ത്തുന്നുണ്ടെങ്കിലും വിജയൻ്റെ വിജയന് മനസാക്ഷി കുത്തുണ്ടാവും എന്നാണ് ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്നത്. വിജയൻ്റെ മനസ്സിലൂടെ വി എസിനെ ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലെ പീഡിപ്പിക്കേണ്ടതുണ്ടായിരുന്നോ എന്നുള്ള ചിന്ത ഒരു കൊള്ളിയാൻ പോലെ ഈ വിജയൻ്റെ മനസ്സിലൂടെ ഇന്ന് കടന്നു പോകും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് വിജയൻ വലിയ ചുടുകാടിലെ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നടത്താൻ പോകുന്നത് ഏറ്റവും വലിയ ഇരട്ടത്താപ്പായിരിക്കും, ക്രാസായിട്ടുള്ള ഹിപ്പോക്രസി ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വി എസിനോട് ചെയ്ത എല്ലാ ഹീനമായ പ്രവർത്തനങ്ങൾക്കും ജനകീയ കോടതിയിൽ നിന്ന് മുഖത്തടിയേറ്റ ഒരു പേക്കോലം, ഒരു അസ്ഥികൂടമാണ് ഇന്ന് വലിയ ചുടുകാടിൽ വി എസിനെ പുകഴ്ത്തുന്ന, വി എസിനെ കുറിച്ച് അപദാനങ്ങൾ പറയുന്ന വിജയൻ എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പാർട്ടി അണികളോടും കേരളത്തിലെ പൊതുവിലുള്ള ജനങ്ങളോടും ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.